ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് CK. നമ്മൾ ഇന്നലെ പോയ യാത്രയുടെ കഴിഞ്ഞ ദിവസം പോയ യാത്രയുടെ ബാക്കിയാണിത്. നമ്മൾ ഇന്നലെ നല്ല അടിപൊളി ഒരു ഹിഡൻ സ്പേസ് ആയിരുന്നു, ശരിക്കും പറഞ്ഞൊരു കേവ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി ഭാഗം പോകുന്നത് അതുപോലെ തന്നെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയാണ്, അവിടുന്ന് കുറച്ചുകൂടി മേളിലേക്ക് പോകുമ്പോൾ ഒരു വളവുണ്ട്. ആ വളവിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ ഒരു സീറ്റ് പ്ലേസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം വഴി കണ്ടില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇച്ചിരി മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി. ഇതൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ, ആ വഴിക്ക് ഇറങ്ങിയത്. കണ്ട താഴെ വെള്ളം ഒഴുകുന്നതുണ്ടോ, നല്ല അരുവിയാണ്, കാട്ടരുവി. മലയുടെ മേളിൽ നിന്ന് വരുന്നത് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം, ഒരുപാട് മിനറൽസൊക്കെ ഉള്ള വെള്ളമായിരിക്കാം. ഈ മേളിൽ ആരെങ്കിലും മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി കൂടുതൽ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ മലിനമായിട്ടില്ല. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അധികം ആരും ഈ വഴിക്ക് യാത്ര പോയിട്ടില്ല, അങ്ങനെ പോകാറില്ല. അഥവാ പോയാൽ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോകാറുമില്ല, കാരണം മൊത്തം കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ നമുക്കെന്തായാലും പോയി നോക്കാം. വളരെ ഡേഞ്ചറാട്ടോ, കാരണം റിസ്ക് എടുത്ത് വേണം കയറി പോകാൻ. എന്ന് വെച്ചുകൊണ്ട് ഓവർ റിസ്ക് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ കല്ലിൻ്റെ വെളിയിൽ കൂടെ ചവിട്ടുമ്പോൾ കാല് മുറിയാണ്ട് നോക്കുക എന്നൊരു കേസേ ഉള്ളൂ. പിന്നെ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. തെന്നി വീണെന്ന് വെച്ചുകൊണ്ട് നമുക്കൊന്നും പറ്റുമൊന്നുമില്ല, കുറേ ചതവ് കൂടിയൊക്കെ ഉണ്ടാകുമായിരിക്കും, അതേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ നോക്കുക, കണ്ടോ പാറ മൊത്തം തെന്നി കിടക്കുക. അപ്പോൾ മേളിൽ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ, കണ്ടോ നല്ല രസമില്ലേ. ചുമ്മാ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചുമ്മാ ഇറങ്ങി വന്ന് കിടന്ന് കുളിക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. ഒരു ശല്യമോ അല്ലെങ്കിൽ എന്താ പറയണേ, ഡേഞ്ചറായിട്ട് അപകടകരമായിട്ടുള്ള രീതികളിലൊന്നും ഇവിടെ കാണാനില്ല. ഇവിടെ അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നു. ചെറിയ കല്ലൊക്കെ വെച്ചൊരു ആൾക്കാരെ തന്നെ കെട്ടിയെടുത്തിയാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് നമുക്കത് ഇവിടെ വന്നത് ഇവിടെ കിടക്കുകയോ കുളിക്കുകയോ എന്ത് വെള്ളം ചെയ്യാം. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ, കാരണം മൊത്തം നാച്ചുറലിൻ്റെ നടുക്ക് അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ഒരു നോർമൽ രീതിയിൽ എപ്പോഴും തന്നെ ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെയാണെങ്കിൽ ഇവിടെ വന്ന് കുളിക്കുകയോ കുറേ നേരം വെള്ളത്തിൽ കിടക്കുകയോ മുങ്ങിപ്പോകുന്നതും പേടിക്കേണ്ട ഒന്നുമില്ല, ചുമ്മാ വെള്ളത്തിൽ കിടക്കാം. ആ വെള്ളം വന്നതിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കുളിക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സൈഡിലൊക്കെ എന്താ പറയണേ, നമുക്ക് കുക്കിംഗ് വീഡിയോസ് എന്തെങ്കിലും കുക്ക് ചെയ്യാനോ കൂട്ടുകാരോ കൂടി വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാനായിരിക്കുന്ന പാറയുടെ അവിടെ സുഖമായിട്ട് നമുക്ക് കുക്ക് ചെയ്യാമെന്നുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് കയറി പോകും തോറും കുറച്ചുകൂടി ഭംഗിയുണ്ട്. മേളിലേക്ക് കയറി ഇവിടുന്ന്, പക്ഷേ ആ സൈഡിൽ കൂടെ പറ്റി പിടിച്ച് കയറി പോകണം എന്നൊരു കേസേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു ഇച്ചിരി മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന റോഡ് തന്നെ കറങ്ങി ഇതിൻ്റെ മേളിൽ കൂടെ വരുന്നത്. നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ കണ്ടവരും പോയിട്ടുള്ളവരൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നെനിക്കറിയത്തില്ല. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനുള്ള സ്ഥലമാണ്. ഇതാരും കണ്ടിട്ടില്ല, നമ്മളെല്ലാവരും വാഗമൺ പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, വാഗമൺ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വരെ വാഗമണിൻ്റെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം. ഇത് അതുകൂട്ട് തന്നെ ഒരു പ്ലേസാണ്, അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. ചുമ്മാ വന്ന് സ്പെൻഡ് ചെയ്യാനോ വന്ന് കുളിക്കാനോ ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ അങ്ങനെ വേറെ ശല്യങ്ങളോ വീട്ടുകാർക്കൊരു ശല്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് റോട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി വരാവുന്ന ദൂരമേ ഉള്ളൂ. കണ്ടോ, ഇതേ ഉള്ളൂ. മേലേക്ക് കയറി പോകുമ്പോൾ സൂക്ഷിച്ച് കയറി പോവുക എന്ന കേസ് മാത്രമേ ഉള്ളൂ. ആരും റിസ്ക് എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നമുക്കിപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഗ്രിപ്പോടുകൂടി മേളിലേക്ക് കയറി പോകാം. മേളിലും നല്ല വ്യൂ ആണ്. മേളിലെന്ന് വെച്ചാൽ ഈ താഴ്ക്കാലത്ത് ഈ വെള്ളം വരുന്നത് തന്നെ മേളിൽ നിന്ന് വരുന്നത്. ഓരോ വെള്ളച്ചാട്ടങ്ങൾക്കും അതിൻ്റെ പർപ്പസ് ഒന്നായിരിക്കും, കാരണം വെള്ളം താഴത്തേക്ക് ഒഴുകിയെത്തുക. പക്ഷെ അത് കാണേണ്ട ഭംഗി അതാണല്ലോ വെറൈറ്റി വേറെ വരുന്നത്. ആ ഒരു കേസ് മാത്രമേ ഉള്ളൂ, നോക്കിയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അപ്പം സൂക്ഷിച്ച് കയറി പോവുക എന്നൊരു കേസേ ഉള്ളൂ. ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് പതുക്കെ നടന്ന് കയറി വെച്ചാൽ മതി. പരിചയമില്ലാത്തവർ കയറാതെ താഴെ തന്നെ നിൽക്കണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കണ്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി, നല്ല കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് ചുമ്മാ ഇരിക്കാം, സെറ്റിയിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കാം, നല്ല മിനുസമായിട്ട് നല്ല അടിപൊളിയാട്ടോ. കണ്ടോ, മേളിലുള്ള വ്യൂ ആണിത്. മേളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പരന്നിങ്ങനെ ഒഴുകി വരുന്നു. തെന്നി വീണ മുതുകും കുത്തിയേ വീഴുള്ളൂ എന്നൊരു കേസ് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ വലിയ ഡേഞ്ചർ അപകടമൊന്നും ഉണ്ടായിട്ടില്ല.
ഇന്നലെ ഞാനും വീഡിയോ എടുത്തതും ഇതുപോലെ തന്നെ ഒരു വെള്ളവും വെള്ളച്ചാട്ടവും പോലത്തെ ഒരു സൗകര്യം ഉള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും അതിൻ്റെ കൂട്ട് തന്നെ ആയിക്കോട്ടെ എന്നോർത്തുകൊണ്ടാണ് ഇതിട്ടത്. പക്ഷെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി. നമ്മുടെ വാഗമണിലൊക്കെ പോകുമ്പം കാടിൻ്റെ അകത്തും ഒക്കെ ആയിട്ട് ഇതുപോലെ കുറേ ഹിഡൻ സ്പേസുകൾ ഒളിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ആഴത്തിൽ നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്ര വളരെ എൻജോയ് ചെയ്യാം. ഇതുണ്ടോ, നല്ല അടിപൊളി കണ്ണീര് പോലത്തെ കണ്ണാടി പോലത്തെ വെള്ളമാണ്. ഞങ്ങൾ 5 പേരാണ് ഈ ട്രിപ്പിലുണ്ടായിരുന്നത്. ആഹാ, നല്ല അടിപൊളി പ്ലേസ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും പറ്റുന്നവർ കാണുക എന്ന് വെച്ചുകൊണ്ട് വലിഞ്ഞേറിപ്പോയി കണ്ട ഓരോ അപകടം വരുത്തി വെക്കരുത് എന്നൊരു ശുപാർശ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോകാം. അപ്പോൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണില്ല. ഇവിടുന്ന് നേരെ ജീപ്പ് കണ്ടതിൻ്റെ അങ്ങോട്ട് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് കയറി മേളിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അവിടെ മൊത്തം കാട് പിടിച്ചെടുക്കും. ആരും ഈ അടുത്ത കാലത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നത്. കണ്ടില്ല, ഇതെൻ്റെ ജീപ്പ്. ഇവിടെ ഇത്ര അടുത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുഴിയുണ്ട്, ഒരു കിടങ്ങ് കയറിയിട്ടേക്കും. അപ്പോൾ അവർ വഴിയൊക്കെ പാലമൊക്കെ ഉണ്ടാക്കി വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. യാസീനും ഉണ്ട്, ഇക്കായും ഉണ്ട്. രണ്ടുപേരും കൂടി പാലത്തെ കൂടെ കടന്നപ്പുറം കിടക്കാനുള്ള പരിപാടിയിലാണ്. എത്തി, കണ്ട, കുത്തിപ്പിടിച്ച് പോകാൻ വേണ്ടി അവരുണ്ടാക്കിയതാട്ടോ. പക്ഷെ അതിനേക്കാളും വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടിച്ചിരി ഒരു മുമ്പിലേക്ക് നടക്കുമായിരുന്നെങ്കിൽ സുഖമായിട്ട് നടന്ന് കയറി പോകാനുള്ള വഴിയുണ്ട്. അവിടെ ആ കയ്യാലയുടെ ഇടയിൽ കൂടെ കൊത്തുകല്ല് വിട്ടിട്ടുണ്ട് കയറി നടന്ന് പോകാൻ വേണ്ടി, സ്റ്റെപ്പ് ഇട്ട പോലെ. നല്ല കടലിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് ഈസി ആയിട്ട് മുകളിലേക്ക് കയറാം, ഒരു കുഴപ്പമില്ല. ഉണ്ടാ നമ്മൾ മേളിലെത്തി. അവർ മേളിലെത്തുന്നതിന് മുമ്പ് നമ്മളെത്തി ഇവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോവുകയാണെങ്കിൽ പോയി കണ്ടുക, കുളിക്കാനുള്ള സൗകര്യത്തിന് പോവുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ളവർക്കാണെങ്കിൽ പോവാം. പിന്നെ അവിടെ പോയി പാചകം ചെയ്ത് കഴിക്കാനോ അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണാത്ത വഴികളിലൂടെയൊക്കെ കയറിയുള്ള സഞ്ചാരം ഇന്നിപ്പോൾ ഇവിടെ തീരുന്നതല്ല, ഇനിയും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോയും ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വാഗമണിലൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ള സ്ഥലങ്ങളും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണയുടെ സീസണാണ്, അതപ്പം ഇച്ചിരി ഡേഞ്ചറാണ്. അപ്പോൾ അതിലും ഭേദം ആരും പോകാത്തതും കാണാത്തതും ആയിട്ടുള്ള ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കും വലിയ ശരീരത്തിന് ഹാനികരമായുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തുമില്ല. നമുക്ക് എപ്പോഴും പോയി കാണുന്ന സ്ഥലങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കൂടെ ഒരു അവസരമാണ് ഇവിടെ ഇത് കൂട്ടു സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്കിതിലും നല്ല വീഡിയോസ് ഇനിയും ഇതുപോലെ കാണാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോസ്, ഇപ്പോൾ ഈ യാത്ര ഇവിടെ തീരുന്നതല്ല, ഇതിനേക്കാളും നല്ലൊരു പ്ലേസിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അവസാനം വരെ നിങ്ങളെല്ലാവരും കാണണം. ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇന്നലെ ഇട്ടതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഇത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കേ.